ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു വരും. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പോകുന്ന രീതികളൊക്കെ വെച്ചിട്ട് ഈ ഒരു ഹോബിയും അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ഹോബി ആയിക്കോട്ടെ നല്ലതാണ്. അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇതും കൊണ്ട് വരുന്നത് നല്ലതാണ്. ശരിക്കും അവർക്ക് ഒന്ന് അഡിക്റ്റ് ആവട്ടെ എന്ന് ഞാൻ പറയും. നമ്മളിപ്പോൾ കുറച്ച് നാൾക്ക് മുന്നേ റേസ് വെച്ചപ്പോഴത്തേക്കും അതിങ്ങനെ ജമ്പൊക്കെ ചെയ്ത ആൾക്കാരുടെ മേത്തും കാലിലൊക്കെ വന്ന് ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അത് മതി ചിലപ്പോൾ ഒരു വിരലൊടിയാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് പറ്റാനായിട്ട്. പിന്നെ വലിയ വണ്ടികളൊക്കെ സ്റ്റണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് മാറി നിൽക്കണം. കാരണം ഇത് തലയിലേക്ക് വീണ് കഴിഞ്ഞാൽ നല്ല സ്പോട്ടിലാണ് വീണെങ്കിൽ ആൾ ചിലപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഏറ്റവും ഡേഞ്ചറസ് മെഷീൻ എന്ന് പറയുന്നത് ഈ RC ഹെലികോപ്റ്റേഴ്സാണ്. കാരണം ഒരു 4 പേര് എൻ്റെ അറിവിൽ 4 പേരാണ് മരിച്ചേക്കുന്നത്. അപ്പോൾ ഓരോ ഫ്ലൈയും കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എന്താ പറയുക റിയൽ ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓരോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇതിലുണ്ട്. ഇതിൻ്റെ ഒരു മൈന്യൂട്ട് ഒരു സ്ക്രൂ ജസ്റ്റ് എയറിൽ വെച്ച് പോയാൽ മതി ജസ്റ്റ് പൊട്ടിത്തെറിക്കാനായിട്ട്. കയ്യിലുള്ള ഒരു കാറ് ഇട്ടിട്ടാണ് ഒരു RC കാർ വാങ്ങിയത്. അപ്പൊ ചിന്തിക്കാൻ എന്തോരം ഭ്രാന്തുണ്ട്. കാരണം അന്ന് ഇപ്പൊ വീട്ടിൽ നിന്നാണെങ്കിലും ഫിനാൻഷ്യലി അത്ര എന്താ പറയാ സ്റ്റേബിൾ ആയിരുന്നില്ല. നമുക്കൊരു കാർ മേടിച്ചു തരണം അല്ലെങ്കിൽ ഇത്ര രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല. വീട്ടുകാരെ ഇതുവരെ ഞാൻ എൻ്റെ RC കാർസ് മേടിക്കാനോ അല്ലെങ്കിൽ എൻ്റെ എക്സ്പെൻസിനായിട്ടോ ഞാൻ കാശ് മേടിച്ചിട്ടില്ല. ഈ ഷോയിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന വണ്ടി ഏത് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്? ഈ നമ്മൾ ജമ്പ് ചെയ്യുന്ന എക്സ്മാക്സും പിന്നെ ഈ പെട്രോൾ ഇതിന്റെ പെട്രോൾ വേർഷൻ ഉണ്ട്, അതിനാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ. ശരിക്കും ഫാൻസ് ഉണ്ടല്ലോ ഓരോ വണ്ടിക്കും ഓൾറെഡി. ഓരോ വണ്ടിയും അത് നമ്മൾ എന്താന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പാട്ടെന്ന് വെച്ചാൽ ഓരോ വണ്ടികളും ക്യാരക്ടറായിട്ട് തന്നെ വീഡിയോയിൽ കൊണ്ടുവരാൻ കാണിക്കാന്നുള്ളതാണ്. ഇതിലെ ഞാൻ കണ്ട് കേറി നിൽക്കുന്ന ഒരു വീഡിയോ. ഇതിൽ നമുക്ക് ഇങ്ങനെ കേറി നിക്കാം. കേറി നിന്ന് കഴിഞ്ഞാൽ ഇതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളെങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ കൂടുതൽ ഒരുപാട് ഞാൻ കേറി നിൽക്കാൻ നിന്നില്ല. എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ പാർട്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് ഓടിച്ചോക്കെ. ഓക്കെ, നമുക്ക് മണ്ണ് മാതാൻ പോകാം. ഇതിന് ഏകദേശം എത്ര പ്രൈസ് വരും? ഇത് ഇപ്പോഴത്തെ പ്രൈസ് എനിക്ക് തോന്നുന്നു ഒരു 1.7 1.8 അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു റിയൽ എക്സ്കവേറ്ററിൽ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ഇതിൽ ഇങ്ങനെ ചെയ്യാം. ഒന്നാമത്തെ കാര്യം ഇത് ഡ്രൈവ് ചെയ്യാനുള്ള നല്ലൊരു ട്രാക്ക്, പിന്നെ ഇത് ഫ്ലൈ ചെയ്യാനുള്ള നല്ലൊരു സ്പേസ്, നല്ലൊരു എന്താ പറയുക റൺവേ ഒക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്ലെയിൻ ഫ്ലൈ ചെയ്യണം. ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, പ്ലെയിൻ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് ജെറ്റ് എഞ്ചിൻ, അതായത് റിയൽ ജെറ്റിൻ്റെ എഞ്ചിൻ വെച്ചിട്ട് അതിൻ്റെ മിനിയേച്ചർ എഞ്ചിൻ വെച്ചിട്ട് ഫ്ലൈ ചെയ്യുന്ന, അതൊക്കെ ശരിക്കും മറ്റേ ജെറ്റ് പോകുന്ന സൗണ്ട് തന്നെ ആയിരിക്കും നമുക്ക് കേൾക്കുക. അത് ഫസ്റ്റ് ഫ്ലൈ ചെയ്യുന്നവനൊക്കെ ശരിക്കും ചങ്കിടിക്കും, കാരണം കൈയൊക്കെ വിറയ്ക്കും, കാരണം അത്രയും പവർഫുൾ ആണ് ആ സാധനമൊക്കെ. ഇപ്പൊ ഞാൻ കൈ വരക്കുന്ന കാര്യം പറയുമ്പോ ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും സ്പോട്ടിൽ ഇത് ഓടിക്കുന്ന സ്ഥലത്ത് കൈവരച്ച ഒരു? ഇല്ല, വണ്ടിയിൽ ഓടിക്കുമ്പോൾ കൈവരച്ചല്ല, ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുമ്പോൾ വരച്ചിട്ടുണ്ട്. കൈ മാത്രമല്ല മുട്ടും വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാനൊരു സ്റ്റണ്ട് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈം ഇത് ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കും, കാരണം ഇതിന്റെ കൺട്രോൾസ് അത്രയുണ്ട്. ചിലപ്പോൾ ഒരു സെക്കൻഡിൽ നമുക്ക് 3 ഇൻപുട്ട് ആയിരിക്കും കൊടുക്കേണ്ടി വരും. നമ്മുടെ മൈൻഡ് അത്രയും ഷാർപ്പായിരിക്കണം. എവിടെയെങ്കിലും ടൈം തെറ്റി കഴിഞ്ഞാൽ ഇത് ക്രാഷ് ആവും. ഇപ്പോൾ നമ്മുടെ മേത്തോട്ട് വന്നാലും നമ്മൾ സ്പോട്ടിൽ തീരും. ഇത് ക്രാഷ് ആയി കഴിഞ്ഞാൽ അത്ര പൈസയും പോകും. അപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യാത്തതിന്റെ കാരണം അത് തന്നെ. ഒന്നാമത്തെ കാര്യം ഇത് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഇത് ക്രാഷ് ആയി കഴിഞ്ഞാൽ അത്രയും എക്സ്പെൻസീവ് ആണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പൊ ആളുകൾക്ക് ഇപ്പം RC വണ്ടികളോട് ഒരു ഇഷ്ടം കൂടുതലുണ്ട്. ഇപ്പൊ പേഴ്സണലി മെസ്സേജസ് വരുമല്ലോ, ഇപ്പം ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താ പറയാ ശരിക്കും അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്? നമുക്ക് വരുന്ന മെസ്സേജസ് ഞാൻ കൂടുതലും കിട്ടാറില്ല, നോക്കാറില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഞാൻ എപ്പോഴും ഫസ്റ്റ് ടൈം കുറെ പേർക്ക് റിപ്ലൈ ചെയ്യുമായിരുന്നു, കുത്തിയിരുന്ന് റിപ്ലൈ ചെയ്യുമായിരുന്നു. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവാണ്ട് വരും. പിന്നെ നമ്മളിപ്പോൾ ഈ വണ്ടി കണ്ടിട്ടാണ് അവർ വരുന്നത്. അവർ എന്നിട്ട് ലാസ്റ്റ് ചോദിക്കുന്നത് ഒരു 3000 2000 ഒക്കെ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ മനസ്സിലാവാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് വിട്ട്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടും, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഇടും. അങ്ങനെ പിന്നെ ഇപ്പോൾ മിക്കവർക്കും അറിയാം, പതിയെ അറിഞ്ഞു വരുന്നുണ്ട്. സത്യം പറഞ്ഞ് ഇത് ഇപ്പോഴാണ് ഇവിടെ ഒന്ന് എന്താ പറയുക ഹൈ ആയിട്ട് വരുന്നത്. ഇത് 80s എന്തോ ആണ് ഈ ഹോബീസ് ഫസ്റ്റ് ഇറങ്ങുന്നത്, റിലീസ് ചെയ്യുന്നത്, RC കാർസ് റിലീസ് ചെയ്യുന്നത്.
90s ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. അന്ന് തൊട്ടേ ഇതിന് പാഷനേറ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാരണം അവർ ഈ പറഞ്ഞ പോലെ അതിനകത്തൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ ഇതിന് മുന്നേ കളക്ഷൻസ് ഒക്കെ ഒരുപാട് ആൾക്കാർ കീപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പൊ കേരളത്തിലാണെങ്കിലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനൊക്കെ വരുന്നതിന് മുന്നേ ആൾക്കാരുണ്ട്. ഈ സോഷ്യൽ മീഡിയ വന്നേ പിന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒക്കെ ആയത്. ഈ നോർത്ത് സൈഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു 60, 65, 70 ആ റേഞ്ചിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഇത് കൂടുതൽ. കാരണം അവർക്ക് അത്രയും ഇഷ്ടമാണ് ഇതിനോട്. ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത്. പക്ഷെ എന്നാലും എന്താ പറയാ, ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുള്ളൊരു സാധനമില്ല. ചില ആൾക്കാരുണ്ടല്ലോ, അതാ സംഭവം. ഇപ്പൊ അനന്തചേട്ടന്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകള് ഇതുപോലെ കളക്ഷൻസ് ഉള്ള വേറെ ആരെയും കണ്ടിട്ടുണ്ടോ കേരളത്തിൽ തന്നെ? പിന്നെ ഇപ്പൊ കുറെ ആൾക്കാർ മേടിച്ച് വരുന്നുണ്ട്. അത് മേടിക്കണം, നല്ലൊരു ഇത്. കാരണം വേറെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു വരും. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പോകുന്ന രീതികളൊക്കെ വെച്ചിട്ട് ഈ ഒരു ഹോബിയും അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ഹോബി ആയിക്കോട്ടെ നല്ലതാണ്. അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. നല്ലൊരു ഹെൽത്തി ഹോബിയാണല്ലോ. നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അനാവശ്യമായിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്നില്ല അങ്ങനത്തെ. അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇതും കൊണ്ട് വരുന്നത് നല്ലതാണ്. ശരിക്കും അവർക്ക് ഒന്ന് അഡിക്റ്റ് ആവട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അതെ, ഇപ്പം ഓഫ് റോഡ് റേസിംഗ് സമയത്തും സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ടാവല്ലോ. ഇപ്പം അത് ഡ്രൈവ് ചെയ്യുന്നവർക്കായാലും ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇതിന്റെ റേസിംഗ് സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ റേസ് എടുക്കുമ്പോഴത്തേക്കും കണ്ടു നിൽക്കുന്ന ആൾക്കാർ കുറച്ച് മാറി നിൽക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റേസിന് യൂസ് ചെയ്യുന്നത് ബഗ്ഗീസ് ആണ്. ബഗ്ഗി കാറ്റഗറി എന്ന് പറയും. അത് റേസ് നമ്മളിപ്പോൾ കുറച്ച് നാൾക്ക് മുന്നേ റേസ് വെച്ചപ്പോഴത്തേക്കും അതിങ്ങനെ ജമ്പൊക്കെ ചെയ്ത ആൾക്കാരുടെ മേത്തും കാലിലൊക്കെ വന്ന് ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അത് മതി ചിലപ്പോൾ ഒരു വിരലൊടിയാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് പറ്റാനായിട്ട്. പിന്നെ വലിയ വണ്ടികളൊക്കെ സ്റ്റണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് മാറി നിൽക്കണം. അത് തലയിലേക്ക് വീണ് കഴിഞ്ഞാൽ നല്ല സ്പോട്ടിലാണ് വീണെങ്കിൽ ആള് ചിലപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഹെലികോപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഫ്ലൈ ചെയ്യുമ്പോൾ ഹെലികോപ്റ്റേഴ്സ് നല്ല സ്ഥലമുള്ള ഏരിയയിൽ നമുക്ക് ഇപ്പോൾ ഒരു ഇവന്റ് നടക്കുകയാണെങ്കിലും ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറയും, നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്കിലോട്ട് ആൾക്കാർ നിൽക്കാവുള്ളൂ. അത് റോപ്പ് വലിച്ച് കെട്ടിയിട്ട് ഇങ്ങോട്ട് ആരും നിർത്തൂല. കാരണം ഏറ്റവും ഡേഞ്ചറസ് മെഷീൻ എന്ന് പറയുന്നത് ഈ RC ഹെലികോപ്റ്റേഴ്സാണ്. കാരണം ഒരു 4 പേര് എൻ്റെ അറിവിൽ 4 പേരാണ് മരിച്ചേക്കുന്നത് ഇന്ത്യക്ക് വെളിയിൽ. ഇതിന്റെ ബ്ലേഡ് തട്ടി. കാരണം അത്രയും ഹൈ RPM ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഡേഞ്ചർ. അത് ഫ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറയാറുണ്ട്, നമ്മൾ പറയുന്ന ഒരു ലിമിറ്റ് വിട്ട് പോകരുത് എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. അതൊക്കെയാണ് മെയിൻലി സേഫ്റ്റി. ഇപ്പൊ ഓൾറെഡി വീഡിയോസ് കണ്ട് ഇപ്പൊ കോളേജ് ഡേയിലായാലൊക്കെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഏത് RC വണ്ടിയായിട്ട് വരാനാ പറയാ ആൾക്കാർ? ഹെലികോപ്റ്റേഴ്സ് ചോദിക്കാറുണ്ട്. പക്ഷെ ഫ്ലൈ ചെയ്യാനുള്ള സ്ഥലം അവർക്ക് ഉണ്ടാവില്ല. പിന്നെ അതിനുള്ള ബഡ്ജറ്റും ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം ഹെലികോപ്റ്റേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബഡ്ജറ്റും കൂടുതലായിരിക്കും. കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരൊറ്റ സെക്കൻഡ് മതി ഈ സാധനം ക്രാഷായി ഇത്ര ലക്ഷം രൂപ അവിടെ പോകാനായിട്ട്. നമുക്ക് അത്രയും എക്സ്പെൻസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഫ്ലൈയും കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എന്താ പറയുക, റിയൽ ഹെലികോപ്റ്റർ ഒക്കെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓരോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അതുപോലെ തന്നെ ഇതിലുണ്ട്. ഇതിന്റെ ഒരു മൈന്യൂട്ട് ഒരു സ്ക്രൂ ജസ്റ്റ് എയറിൽ വെച്ച് പോയാൽ മതി ജസ്റ്റ് പൊട്ടിത്തെറിക്കാനായിട്ട്. അപ്പോൾ പൊട്ടിത്തെറിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫുള്ളി ബ്ലാസ്റ്റ് ആവും. അപ്പോൾ അതാണ് ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം. നല്ല സ്ഥലം വേണം. പിന്നെ അത്രയും ഹൈ ബഡ്ജറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ, റിസ്ക് എടുത്ത് ചെയ്യുള്ളൂ. കയ്യിലുള്ള ഒരു കാറ് വിറ്റിട്ടാണ് ഒരു RC കാർ വാങ്ങുന്നത്. അപ്പൊ ചിന്തിക്കാൻ എന്തോരം പ്രാന്തുണ്ട്. കാരണം അന്ന് ഇപ്പൊ വീട്ടിൽ നിന്നാണെങ്കിലും ഫിനാൻഷ്യലി അത്ര എന്താ പറയാ സ്റ്റേബിൾ ആയിരുന്നില്ല. നമുക്കൊരു ഇപ്പോ ഒരു കാർ മേടിച്ചു തരണം അല്ലെങ്കിൽ ഇത്ര രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല. അപ്പൊ ഞാൻ വീട്ടുകാരെ ഇതുവരെ ഞാൻ എൻ്റെ RC കാർസ് മേടിക്കാനോ അല്ലെങ്കിൽ എൻ്റെ എക്സ്പെൻസിനായിട്ടോ ഞാൻ കാശ് മേടിച്ചിട്ടില്ല. അപ്പോൾ ആ കാറ് വിറ്റിട്ട് തുടങ്ങി അങ്ങനെ. എന്നിട്ട് RC കാർ കൊണ്ട് സ്വന്തമായിട്ട് വേറെ കാർ വാങ്ങി. അതാണ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് RC കാറൊക്കെ അതുകൊണ്ട് തന്നെ തിരിച്ച് മേടിച്ച്. പിന്നെ ആ വിറ്റ കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ മോഡൽ തന്നെ ഞാൻ കുറെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതും തിരിച്ച് വാങ്ങി. അതാണ് സ്പിരിറ്റ്. ഓക്കെ, ഈ ഷോയിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന വണ്ടി ഏത് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്? ഈ നമ്മൾ ജമ്പ് ചെയ്യുന്ന എക്സ്മാക്സും പിന്നെ ഈ ഇതിന്റെ പെട്രോൾ വേർഷൻ ഉണ്ട്, അതിനാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഒരു ഇൻട്രസ്റ്റ്. ശരിക്കും ഫാൻസ് ഉണ്ടല്ലോ ഓരോ വണ്ടിക്കും ഓൾറെഡി. ഓരോ വണ്ടിയും അത് നമ്മൾ എന്താന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പാട്ടെന്ന് വെച്ചാൽ ഓരോ വണ്ടികളും ക്യാരക്ടറായിട്ട് തന്നെ വീഡിയോയിൽ കൊണ്ടുവരാൻ കാണിക്കാന്നുള്ളതാണ്. ഇപ്പൊ എൻ്റെ പഴയ വണ്ടി എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മോൺസ്റ്റർ ട്രക്കാണ്. അത് ഞാൻ അതിന്റെ വീഡിയോസ് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആ വണ്ടി എവിടെ എന്തുകൊണ്ടാണ് വീഡിയോയിൽ കൊണ്ടുവരാത്തെ എന്ന്. വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും മനസ്സിലായി. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോ വണ്ടിക്കും
ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, കാഴ്ചയിൽ ചെറുതാണെങ്കിൽ നല്ല വെയിറ്റ് ആണ് എടുത്തോണ്ട് വരുമ്പോ എനിക്ക് തോന്നി അത് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന ഇതിലാണെന്ന് പറഞ്ഞു. യെസ്, ഓഫ് കോഴ്സ്. ഇതിങ്ങനെ ഗരാജിന്റെ അടുത്ത് മാറ്റി വെക്കുന്ന ഒരു വർക്കൗട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ആണ്. എത്ര വെയിറ്റ് ഉണ്ടാവും ഇതിന് ഏകദേശം? ഇതിനൊരു 20 കിലോ എങ്കിലും കാണണം. അടുത്ത് ഒരു 16-17 ആയിരിക്കാം മേ ബി. അത്ര ഉണ്ട്. ഇതിലെ ഞാൻ കണ്ട് കേറി നിൽക്കുന്ന ഒരു വീഡിയോ. ഇതിൽ നമുക്ക് ഇങ്ങനെ കേറി നിക്കാം. കേറി നിന്ന് കഴിഞ്ഞാൽ ഇതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളെ കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ കൂടുതൽ ഒരുപാട് ഞാൻ കേറി നിൽക്കാൻ നിന്നില്ല. എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ പാർട്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് ഏകദേശം എത്ര പ്രൈസ് വരും? ഇത് ഇപ്പോഴത്തെ പ്രൈസ് എനിക്ക് തോന്നുന്നു ഒരു 1.7 1.8 അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് റിയൽ ഹൈഡ്രോളിക്കിൽ വർക്ക് ചെയ്യുന്ന എക്സ്കാവേറ്റർ. അതായത് നമ്മുടെ ശരിക്കും എക്സ്കാവേറ്റർ വർക്ക് ചെയ്യുന്ന പോലെ ഹൈഡ്രോളിക് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ പമ്പ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യുന്ന. ഇതിന്റെ ഇലക്ട്രിക് ടൈപ്പും ഉണ്ട്, ഹൈഡ്രോളിക് ഉണ്ട്. ഇതിന്റെ ഒരു ടോപ്പ് വേർഷനാണ് ഞാൻ പറഞ്ഞ ഒരു 16 ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഉൾപ്പെടെ പൊക്കിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു എക്സ്കാവേറ്റർ നമുക്ക് മേടിക്കാൻ പറ്റും. എക്സ്കാവേറ്റർ ഭയങ്കര ക്രൈസാണ്. ചെറുപ്പം തൊട്ട് ഇപ്പം എനിക്കെന്ന് മാത്രമല്ല മിക്കവർക്കും JCB അപ്പുറത്തെ പറമ്പിൽ മണ്ണ് മാന്തുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി നോക്കുമല്ലോ, അത് തന്നെ അവസാനം. ഇത് കൺട്രോൾ ചെയ്യുന്ന രീതി എങ്ങനെയാ? ഇത് കൺട്രോൾ ചെയ്യുന്ന കുറച്ചും കൂടി കൺട്രോൾസ് ഉണ്ട് ഇതില്, ഉണ്ടല്ലോ. പിന്നെ ഇതേപോലെ ടേണിങ്. ഇത് കൺഫ്യൂഷൻ ആണ്, കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് മസിൽ മെമ്മറി കയറി പഠിക്കാനായിട്ട്. പിന്നെ ഇത് ചെയിൻ. ഒരു റിയൽ എക്സ്കാവേറ്ററിൽ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ഇതിൽ ഇങ്ങനെ ചെയ്യാം. ഒരു കാലഘട്ടത്തിൽ ആൺകുട്ടികളുടെ വലിയ ഡ്രീമാണ് ഒരു JCB. അതെ അതെ, JCB ഞാൻ കുഞ്ഞുനാള് കുറെ JCB മേടിച്ചിട്ടുണ്ട്, മറ്റേ വയറൊക്കെ ഉള്ള. ഇതിന്റെ റൺ ടൈം നമുക്ക് ഒരു 1.5 മണിക്കൂർ ടൈം ഒക്കെ കിട്ടും. അത്യാവശ്യം ടൈം കിട്ടുന്നതാണ്. ഓക്കെ, നമുക്കൊന്ന് ഓക്കെ, നമുക്ക് മണ്ണ് മാന്താൻ പോകാം. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. ഫേവറേറ്റ് ആയിട്ട് ഈ ഓഫ് റോഡ് ഓൺ റോഡ് ഏതിലാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു RC വണ്ടി ഏതാന്ന് ചോദിക്കാം പേഴ്സണലി? ഓഫ് റോഡ് വെഹിക്കിളിൽ എനിക്കിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ അടുത്ത മോഡൽസ് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മളൊരു പജേറോ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും ഇനിയിപ്പോൾ അടുത്തത് വരാൻ പോകുന്നത്. പിന്നെ ഓൺ റോഡ് വണ്ടികളിൽ ഇപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു പോർഷ ഉണ്ട്, മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടൈപ്പ് തന്നെ നമുക്കൊരു 6ഓളം വണ്ടികളുണ്ട്, 6 ടൈപ്പ്. മസ്റ്റാങ് ഉണ്ട്, പിന്നെ ഓൾഡ് മസ്റ്റാങ് ഉണ്ട്, പിന്നെ ഒരു F1 കാറിൻ്റെ ഷേപ്പിലുള്ള ലിമിറ്റ്ലെസ് എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും ടോപ്പ് സ്പീഡ് വണ്ടി എന്ന് പറയുന്നത്. ഒരു 240 കിലോമീറ്റർ സ്പീഡൊക്കെ കയറുന്ന ടൈപ്പ് വണ്ടി. അത് നമ്മളൊരു 121 വരെ ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത്ര സ്പേസ് ഇവിടെ ഉള്ളൂ. ഇപ്പോൾ RC വണ്ടികളോട് ഇത്രയും ഇഷ്ടമുള്ള നിലയിൽ ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം സെർച്ച് ചെയ്ത് നോക്കുന്നത് ചിലപ്പോൾ അഞ്ചേട്ടൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഇതിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം, പുതിയ കളക്ഷൻസ് കൊണ്ടുവരണം, ആളുകളെ പരിചയപ്പെടുത്തണം എന്നൊരു സ്റ്റഡി പുറകെ നടക്കുന്നുണ്ടല്ലോ. ചുമ്മാ ഒരു വണ്ടി വാങ്ങി കാണിക്കുന്നതിനപ്പുറം അതെങ്ങനെ ശരിക്കും ആൾക്കാർക്ക് ഇത് ഒന്നാമത്തെ കാര്യം എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നതാണ്. ഇത് എന്താ ഇതിന്റെ വില ഇത്ര, എന്തത് ഇങ്ങനെ, നിനക്കൊക്കെ ഭ്രാന്താണെന്ന് തന്നെ ഇപ്പോഴും ചോദിക്കുന്നത് ചില ആൾക്കാർ. കുറെ പേര് ഇപ്പൊ മാറി. ഇപ്പൊ നമ്മൾ അന്ന് ചെയ്ത ടൈം അല്ല ഇപ്പൊ കുറെ ആൾക്കാർ RC മേടിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷെ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു ഹോബി വളർന്നു വരിക, ഈ ഒരു കമ്മ്യൂണിറ്റി വളരുക, ഈ ഒരു കൾച്ചർ ഇവിടെ ഇന്ത്യയിൽ വളരുക, അത് അടിപൊളിയാണ്. നമ്മളൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ വേണം, എന്നാലാണ് റേസിലും എല്ലാത്തിലും ഒക്കെ നമുക്ക് എന്താ പറയാ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ഒരു ഈവന്റ് ഒക്കെ നടത്തണമെങ്കിൽ അത്രയും ഒരുപാട് ആൾക്കാർ വേണം. അപ്പൊ ഇതിനെപ്പറ്റി അറിഞ്ഞു വരുന്ന ഒരു ആൾക്കാരുണ്ട് ശരിക്കും, ഇതിനോട് ഇഷ്ടമുള്ള. ഇതിനോട് ഇഷ്ടമല്ലാത്ത ഒരാളോട് നമ്മൾ ഇത് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു IT ഫീൽഡിലുള്ള ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ ഒപ്പം ചിലപ്പോൾ ഒന്ന് ഓഫ് റോഡ് ചെയ്യാൻ വരുന്നത്. ചിലപ്പോൾ പുള്ളിക്ക് ആ ഒരു ദിവസം മതി, ആ ഒരു മാസത്തേക്ക്. കാരണം ഇത് അങ്ങനെ ഓഫ് റോഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫാണ് ശരിക്കും. അപ്പോൾ അത്ര എൻജോയ്മെന്റ് നമുക്ക് തരുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയുള്ള ഒരു ഈവെന്റിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് പബ്ലിക്കിനും ഈ പറഞ്ഞ പോലെ ഇത് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതുവരെ കൊടുക്കാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഇത് എത്ര സ്പീഡിൽ ഓടിക്കണം എന്നറിയില്ല. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഓടിക്കുന്നവർ ഈ ടോയ് ഓടിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ ഒറ്റ ഞെക്ക് വെക്കും, ഒറ്റ പോക്കായിരിക്കും, എവിടെയെങ്കിലും പോയി ഇടിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പതിയെ നമ്മളിനി കുറച്ചുകൂടി പബ്ലിക്കിലോട്ട് കൊണ്ടുവരണം ഇത്. ഓക്കെ, ഇപ്പം ഇതിന് ഓടിച്ച് പഠിക്കണം എന്ന ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവല്ലോ. ഇപ്പൊ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ആഗ്രഹം മനസ്സിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു അക്കാഡമി, അങ്ങനെ ഓപ്ഷൻ ഭാവിയിൽ ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം? അങ്ങനെ
ഞാൻ ആലോചിച്ചിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊരു റേസിങ് ഒരു എന്താ പറയാ ഒരു നടത്തണം, ഓക്കെ അവർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു സംഭവം. അത് പതിയെ പതിയെ സ്റ്റാർട്ടായി ഒരു സൈഡിൽ നിന്ന് വരും. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഇത് മേടിച്ച് തനിയെ പഠിക്കാവുന്നേ ഉള്ളൂ. വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ല. കുറച്ചൊരു 2 ആഴ്ച കണ്ടിന്യൂസ് എടുത്ത് ഓടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും പാടുള്ളതാണ് ഈ ഫ്ലൈയിങ് മോഡൽസ് ഒക്കെ. ഓക്കെ. ഇപ്പം ഈ RC വണ്ടികളോട് ഇത്ര ഇഷ്ടമുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കില്ലോ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു മെയിൻ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം ഇത് ഡ്രൈവ് ചെയ്യാനുള്ള നല്ലൊരു ട്രാക്ക്, പിന്നെ ഇത് ഫ്ലൈ ചെയ്യാനുള്ള നല്ലൊരു സ്പേസ്, നല്ലൊരു എന്താ പറയുക റൺവേ ഒക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്ലെയിൻ ഫ്ലൈ ചെയ്യണം. ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, പ്ലെയിൻ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് ജെറ്റ് എഞ്ചിൻ, അതായത് റിയൽ ജെറ്റിൻ്റെ എഞ്ചിൻ വെച്ചിട്ട് അതിൻ്റെ മിനിയേച്ചർ എഞ്ചിൻ വെച്ചിട്ട് ഫ്ലൈ ചെയ്യുന്ന, അതൊക്കെ ശരിക്കും മറ്റേ ജെറ്റ് പോകുന്ന സൗണ്ട് തന്നെ ആയിരിക്കും നമുക്ക് കേൾക്കാം. അത് പറത്തണ ഫസ്റ്റ് ഫ്ലൈ ചെയ്യുന്നവനൊക്കെ ശരിക്കും ചങ്ക് ഇടിക്കും, കാരണം കൈയൊക്കെ വിറയ്ക്കും, കാരണം അത്രയും പവർഫുൾ ആണ് ആ സാധനമൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇപ്പോൾ ഒരു ഓഫ് റോഡ് ഈവെൻ്റ് നടത്താനാണെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഒരു സ്ഥലങ്ങളൊക്കെ നല്ലൊരു കിട്ടുവാണെന്നുണ്ടെങ്കിൽ സന്തോഷമാണ്. പിന്നെ കൂടുതൽ പോകത്തെന്ന് വെച്ചാൽ പുലി എല്ലായിടത്തും ഇറങ്ങുന്നതുകൊണ്ട് പുലി ഇപ്പോൾ വീടിന്റെ മുറ്റത്തൊന്നും പോകണല്ലോ, അപ്പോൾ അത് കാരണം അങ്ങോട്ടേക്ക് പോകണ്ട. അതെ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് വെച്ചിരിക്കുക. ഓക്കെ. ഇപ്പൊ ഞാൻ കൈവരക്കുന്ന കാര്യം പറയുമ്പോൾ ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും സ്പോട്ടിൽ ഇത് ഓടിക്കുന്ന സമയത്ത് കൈവരച്ച ഒരു ഇല്ല, വണ്ടിയിൽ ഓടിക്കുമ്പോൾ കൈവരച്ചല്ല, ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുമ്പോൾ വരച്ചിട്ടുണ്ട്. കൈ മാത്രമല്ല മുട്ടും വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാനൊരു സ്റ്റണ്ട് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈം ഇത് ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കും, കാരണം ഇതിന്റെ കൺട്രോൾസ് അത്രയുണ്ട്. ഓരോ ചിലപ്പോൾ ഒരു സെക്കൻഡിൽ നമുക്ക് 3 ഇൻപുട്ട് ആയിരിക്കും കൊടുക്കേണ്ടി വരും. നമ്മുടെ മൈൻഡ് അത്രയും ഷാർപ്പായിരിക്കണം. എവിടെയെങ്കിലും ടൈം തെറ്റി കഴിഞ്ഞാൽ ഇത് ക്രാഷ് ആവും. ഇപ്പോൾ നമ്മുടെ മേത്തോട്ട് വന്നാലും നമ്മൾ സ്പോട്ടിൽ തീരും. ഇത് ക്രാഷ് ആയി കഴിഞ്ഞാൽ അത്ര പൈസയും പോകും. അപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യാത്തതിന്റെ കാരണം അത് തന്നെ. ഒന്നാമത്തെ കാര്യം ഇത് കൺട്രോൾ ചെയ്യാനുള്ള പാട്, ബുദ്ധിമുട്ട്, പിന്നെ ഇത് ക്രാഷ് ആയി കഴിഞ്ഞാൽ അത്രയും എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത്രയും പ്രാന്തമുള്ള ആൾക്കാർ മാത്രമേ ഇതിലോട്ട് വരുള്ളൂ. അത് ചെയ്തപ്പോൾ കൈയും വരച്ച് മുട്ടും വരച്ചു സത്യത്തിൽ ഫസ്റ്റ് ടൈം. കോപ്റ്റർബോയുടെ ഒരു വലിയ ഡ്രീം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇനി നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള RC വെഹിക്കിൾസിൽ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആഗ്രഹം എന്താ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ ഒരു കൾച്ചർ ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ നല്ലൊരു സ്റ്റോറ്, നല്ലൊരു ട്രാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു സൈഡിലെ ഡ്രീം. പിന്നെ വണ്ടികൾ നമ്മൾ എത്ര മേടിച്ചാലും നമുക്ക് മതിയാവില്ല, ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ ഇപ്പോൾ കൂടുതൽ നമ്മുടെ വേറൊരു സൈഡിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സെയിൽസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ പുതിയ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് വണ്ടികൾ ഇപ്പോൾ തൽക്കാലം മേടിക്കലങ്ങ് കുറച്ച് കാരണം ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഈ പൈസ ചിലവാക്കുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് കാരണം കുറച്ചേക്കാം. ഫാമിലിന്റെ സപ്പോർട്ട് ആദ്യം സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു, സ്റ്റിൽ ഇപ്പൊ അവരെങ്ങനെയാ? ഇപ്പോൾ ഓക്കെ, ഭയങ്കര ഹാപ്പിയാണ്, ഓക്കെയാണ്. കാരണം അന്ന് അവർക്കിത്, കാരണം ആർക്കാണെങ്കിലും പുതിയതാണല്ലോ, പുതിയതാണ് ഇത്. എനിക്ക് ജസ്റ്റ് ഇന്ന ആളെ നോക്ക്, ഇന്ന ആള് ആരും ഇല്ല ഇവിടെ കാണിക്കാനായിട്ട്. അപ്പൊ നമ്മൾ തന്നെ സ്വന്തം ഒരു സാധനം സെറ്റ് ചെയ്ത് വരിക എന്നുള്ളതാണ്. അപ്പൊ അവർക്കും ടെൻഷൻ ഉണ്ടാവും, ഈവൻ എന്താ ഈ പ്രായത്തിൽ ഈ ചെറിയ ടോയ്സ് ഓടിച്ച് നടക്കുന്നേ എന്നുള്ളൊരു സാധനമൊക്കെ വരുമല്ലോ. അതാണ് പ്രശ്നം. പക്ഷെ കേരളത്തിൽ പുതിയൊരു സാധനം കൊണ്ടുവന്നു അത് ഹിറ്റ് ആക്കാന്ന് പറയുന്നതും ചെറിയ കാര്യമില്ല. അതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളന്ന് വീഡിയോ ഒരുപാട് ചെയ്തു, വീഡിയോയിൽ കുറെ എഫേർട്ട് ഇട്ട് വീഡിയോ ചെയ്തു. അപ്പോൾ നട്ടുച്ചയ്ക്ക് പോയിട്ടാണെങ്കിലും വീഡിയോ ചെയ്തു. അതിന്റെ ഒരു ഇതില് എന്താ പറയാ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടി. ഇപ്പൊ അതിന് മുന്നേയും ആൾക്കാർ ഇവിടെ RCC ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ നിന്നൊക്കെ ഫസ്റ്റ് ഒരുപാട് വണ്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ കേരളത്തിന് പുറത്തും ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇതിന്റെ ഒരു സ്റ്റൈല് മാറ്റി. അതാണ് അതാണ് നമ്മൾ കൊണ്ടുവന്നൊരു ചേഞ്ച്. ഇതിന്റെ വീഡിയോസ് എങ്ങനെ കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം RC വെഹിക്കിൾ ലവേഴ്സിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ, നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഒക്കെ നടക്കട്ടെ, കേരളത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം, കാണാനും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ യാത്ര തുടങ്ങാൻ ഞങ്ങളും കൂടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.